ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് മക്കളെ. നാളെ ലൈവായിട്ട് വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമ്മൾ ലൈവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം എല്ലാ സംശയങ്ങളും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഒരു അജണ്ട അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിൽ വന്നിട്ടുണ്ട്, പക്ഷെ മറ്റു പലർക്ക് ട്രെയിനിൽ വന്നിട്ടില്ല. ഇനി നിങ്ങൾ പ്രൊവിഷണൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രിയോട് കൂടി, അതായത് ഏകദേശം മറ്റതിന്റെ സമയം കഴിഞ്ഞു, ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രൊവിഷണൽ ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രിയോട് കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഒഫീഷ്യലായിട്ട് നാളെ എന്ത് വരും? നാളെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഫാർമസി അപ്ഡേറ്റ്സ് എന്തായി എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി കീം റാങ്ക് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെയും വാർത്തകളിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമായിരിക്കും. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കീമിന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അങ്ങ് വിടുകയല്ല. KTUവിൽ നിങ്ങൾ വരികയാണെങ്കിൽ KTUവിന്റെ സിലബസ് ഓറിയന്റഡ് ഉള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. S1, S2, S3 അങ്ങനെ. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കീം കാൻഡിഡേറ്റ് ലോഗിനിൽ നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ജനറൽ റാങ്ക് ഉണ്ട്, അതുപോലെ കാറ്റഗറി റാങ്ക് നിങ്ങൾക്കറിയാം. എവിടെയെങ്കിലും നിങ്ങളെക്കാൾ റാങ്ക് കുറഞ്ഞത് അതേ കോളേജിൽ ആ ഓപ്പണിംഗ് റാങ്കിങ്ങിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് കുറേ പേര് അത്തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്റ്റേക്ക് പറ്റിയതാണോ. ട്രെയിനിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൂളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പ്രൊവിഷണൽ വരട്ടെ. പ്രൊവിഷണൽ വരുമ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽ കാണുകയാണ് എങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ നാളെക്കകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യലി CEക്ക് മെയിൽ അയക്കുക. അതിന്റെ ഫോർമാറ്റ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എന്നാലും മെയിൽ ഐഡി നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ, info.co.kerala.gov.in. അത് നിങ്ങൾ കൃത്യമായിട്ട് കയ്യിൽ കരുതുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി SC, ST അതുപോലെ തന്നെ ജനറൽ ഉൾപ്പെടെയുള്ള കാറ്റഗറിക്ക് കഴിഞ്ഞ വർഷം ഫീസ് അടയ്ക്കേണ്ടത് എത്രയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് അതിൽ എത്ര രൂപയാണോ ഫീസ് പറയുന്നത് അത് 12-ാം തീയതി വരെ വെയിറ്റ് ചെയ്യരുത്. 4 ദിവസമേ ഉള്ളൂ. 9, 10, 11, 12. നിങ്ങൾ 9-ാം തീയതി അല്ലെങ്കിൽ 10-നകത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് അടച്ച് ഉറപ്പുവരുത്തുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മുകളിലോട്ട് എത്ര ഓപ്ഷൻസ് ഇപ്പോൾ സ്റ്റിൽ. ഒരു ഓപ്ഷൻ എനിക്കത് മതി, അതായത് ഏറ്റവും മുകളിൽ CET ആണ് വെച്ചത്, രണ്ടാമത് TKM ആണ് വെച്ചത്, മൂന്നാമത് GEC തൃശ്ശൂരാണ് വെച്ചത്. എനിക്ക് ആ ഓപ്ഷൻ മതി. സ്റ്റിൽ എനിക്കിപ്പോൾ 8-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. എനിക്ക് ഒരു മാറ്റവും വരുത്താൻ വേണ്ട. ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണം. ഹയർ ഓപ്ഷനിൽ എനിക്ക് ഒരു ഒച്ച കോളേജ് ഇഷ്ടമില്ല, അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഇനി എനിക്ക് 6-ാമത് വെച്ച ഓപ്ഷൻ എനിക്ക് 1-ാമത് 6-1 റീ ഓർഡർ ചെയ്യാം, സേവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ രീതിയിൽ ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ റീ ഓർഡർ ചെയ്യാനോ ഉള്ള അവരുടെ നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് ആ ഫീസും അടച്ചിട്ട് ഇത്തരത്തിലുള്ള ചേഞ്ചസും വരുത്തിയിട്ട് സേവ് ചെയ്താലാണ് സെക്കൻഡ് അലോട്ട്മെന്റിന് നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോൾ ഫീസ് അടച്ചാൽ മാത്രമാണ് എന്തായാലും പരിഗണിക്കുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം മുകളിലോട്ടുള്ള ഓപ്ഷൻ ഏത് പ്രയോറിറ്റിയിൽ പരിഗണിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ചില കോളേജുകൾ വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇനി മക്കളെ ഫാർമസിക്കാരുടെയാണ്. ഫാർമസിക്കാർക്ക് ഈ ആഴ്ച നോട്ട് ചെയ്ത് വെച്ചോ, ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ എഞ്ചിനീയറിംഗുകാരുടെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം കൃത്യമായിട്ട് ആദ്യത്തെ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഫാർമസിക്കാരുടെ ഫസ്റ്റ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. അതിനകത്ത് തന്നെ ബാക്കി പ്രൊസീജിയേഴ്സും അലോട്ട്മെന്റ് വൈസ് പ്രൊസീജിയേഴ്സ് വരും. നിങ്ങൾക്ക് കുറച്ചുകൂടി സീറ്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. സോ കാത്തിരിക്കുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വീഡിയോകളും ലൈവുമായിട്ട് വരുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്.